അങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്കാ. ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി. ശരാ കാത്തിരക്ഷിക്കണേ. ഉസ്താദെ, ഉസ്താദെ എഴുന്നേൽക്ക്. എന്തിനാ ഉറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ? ഇനി പഠിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്നു മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല. അത് ഉറപ്പാ. മണിയാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇരുന്നോട്ടെ. എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസം. ഒരു ബീഡിങ് എടുത്ത് അങ്ങനെ നല്ല കാര്യം ചോദിക്ക്. എവിടെ പോയി കിടക്കണത്? ആവശ്യം നേരത്ത് മഞ്ഞൾ പോവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബുവും ഒക്കെ ഉണ്ടോടാ? പുഷ്പിന് ഉണ്ടാവില്ല. പുഷ്പ് കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ഒരു കണക്കിന് ആലോചിച്ച അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകളി കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. പുഷ്പ് പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ. മനീഷ്? മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ. ഞാൻ കാണിച്ചു തരാം. ഹലോ നഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു കേട്ടപ്പോഴേക്കും നഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ? നഴ്സുമാരെ പോകണ്ട. ഒരുമാതിരി വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, 3-4 നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവുകൾ ഇവിടെ പാറി നടക്കട്ടെ. അത് വീടിന്റെ ഒരു ഐശ്വര്യ. അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി പറഞ്ഞതിനെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. വേനെടുക്കണ് വരുന്നുണ്ട് നാശം. മനുഷ്യന് ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. മാറി വെള്ളം എടുക്കൽ. പിന്നെ നീ നോക്കി പഠിപ്പിക്കണേ. കുടം എന്തിനാ എടുത്ത് മാറ്റി പറഞ്ഞേ? വയസ്സായില്ലേ? എവിടേക്കാ നോക്കണേ? നിന്റെ അപ്പ നിന്റെയാ. നീ പോയി ഞാൻ കൂട്ടല്ല. അതിന് ഞാൻ കുളി തുടങ്ങല്ലോ ഉസ്താദേ. എന്താ സുഖം തന്നെയല്ലേ? ഒഴിക്കടാ, ഒഴിക്ക. വെള്ളമെടുക്കുന്ന പെൺകുട്ടി കുളിക്കുന്നോ? നമ്മുടെ ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോമെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടാ. പുറന്തേക്ക് എന്താ നോക്കുന്നേ? കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്? ആ സ്കൂളിന്റെ പേരെന്താ? അറ്റ്മാഷ പേര് കൊണ്ട് പറഞ്ഞേ. ഉസ്താദ് നമുക്കൊന്ന് അവിടുത്തെ വരെ പോകണ്ടോ? നാണോ മാനമില്ലാത്ത വൃത്തികെട്ടവേ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ? വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദിന് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണ? ദാശാണിക്കൊന്ന് മണത്ത് നോക്കണം. അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കണം. മനീഷ, ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയിലാളാ. എങ്ങനെയുണ്ട് ഉസ്താദ്? മനീഷേ, മണിയാ, കൊയ്യാളിയോട് വെള്ളം എടുത്തോളാ. മനീഷ വെള്ളം എടുത്തോളൂ. അവൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളം എടുത്തിട്ട് നിങ്ങൾ വെള്ളം എടുത്താ മതി. എടുത്തോടി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി പോയി. അങ്ങനെ പോണേ പോട്ടടി. പിന്നെ ഞാൻ കെട്ടിക്കോളാം. തോലയിൽ ഇഴത്തി വീഴോടാ കാലമോടാ. അയ്യോ, അപ്പൊ അത് മനസ്സിലായില്ലേ? ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ? ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയിലാളിക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒഴിക്കണ വെള്ളം. കുളിച്ചാട്ടെ. വാള് കൊടുവാള് മാറിക്കടാ. നമസ്കാരം. ഓടീശ്വരനാണല്ലേ? അങ്ങനെ ചോദിച്ചേ? അല്ല, ഇപ്പോഴത്തെ കാലത്ത് കാശുണ്ടെങ്കിൽ മാത്രം മാറി വരാൻ പറ്റുള്ളേ. അതുകൊണ്ടാ ഇതൊരു മത്സരമായിട്ട് ആരും കാണരുത്. നന്നാവണൊരു നന്നായിക്കോട്ടെ ഉസ്താദേ. നമുക്കുണ്ടോ കുഴപ്പം? അല്ല, നല്ലത് നായിക്ക് തരില്ലല്ലോ.
ബില്ല് ഞാൻ നോക്കാം. 750 രൂപയോ? ഉസ്താദെ ബില്ല് കറക്റ്റ് ആണോ നോക്കിയാൽ? അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റ്. എരിയണ് മുളക് ഈ കണക്കിന് വയ്യ. പെരയുടെ ആധാരം പറമ്പൂടെ പണയം വെക്കേണ്ടി വരുന്ന തോന്നണേ. അത് പൊട്ടിച്ചില്ലേ? ഈ കൊണ്ടുപോണന്റെ ബാലൻസ് ഒന്നില്ലേ? കൊടുത്തു. അത് പൊട്ടി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ, അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ട് ഞാനും എത്ര ആള് ചോദിച്ചാ കയ്യിലുള്ള കാശ് ഒറ്റടിക്ക് തീർക്കാം. എടാ, നാളെ നമ്മള് ജീവിച്ചിരിക്കുന്നത് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റോ? ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ട് അവന്മാര് ചുമ്മാ ലാവിഷായിട്ട് ഇങ്ങനെ ജീവിക്കില്ല. അത് പറവ, ഇത് നമ്മള്. പറവയ്ക്ക് എന്തും ചെയ്യാം. പറവയുടെ കളി കൈവിട്ട കളി, നമ്മുടെ ഈ കളി തീക്കളി. അത് ഓർത്തോ? ഇത് കൊള്ളാമല്ലോ. ഒന്ന് കഴിയടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിടി ഉസ്താദേ, മിണ്ടൻ ഒന്നും കഴിയടാ. ആക്രാന്തം ആക്രാന്തം. പിടി പിടി. ഇല്ലേ ഓട്ടോടെ കാശ് തന്നിട്ട് പോണം. കാശോ? ഏത് കാശ്? ഓ, പോടാ കോപ്പ. പിടി 10 രൂപ. പോ. 10 രൂപയോ? മീറ്ററിൽ തന്നെ 40 രൂപയായി. ഞങ്ങള് മീറ്റർ മേടിച്ചില്ലല്ലോ. ബാക്കി പൈസ തരണം. ഏടാ പോടാ, തന്നത് മേടിച്ചോണ്ടങ്ങ് പോയാ മതി. പാതിരാത്രി വരെ ലോകം മുഴുവൻ ചുറ്റിയിട്ട് എന്ത് വർത്തമാനാ പറയുന്നേ? ലോകം മുഴുവൻ ചുറ്റിയോ? എടാ മണിയാ, നമ്മള് സ്റ്റാൻഡിൽ നേരെ ഇങ്ങോട്ടല്ലേ പോന്നെ? ഇങ്ങോട്ട് വരുമ്പോ എവിടൊക്കെ പോയി? എവിടെയൊക്കെ പോയാടാ നമ്മള്? ഇങ്ങോട്ട് വന്നപ്പോ പട്ടണം ശാന്തയുടെ വീട്ടില് ഒരു 1 and half, ബ്രാൻഡി ഷാപ്പിൽ ഒരു 30 അതും അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലേ? കാശെടുക്കണം. മാറ്റോ? കണ്ടോ? കളിക്കണ ഇതിവിടുത്തെ സ്ഥിരം പതിവാ. നീ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. വാ, ഒന്ന് കിടക്കാൻ നോക്കാം. ഇറങ്ങി വാടി. ഒരു മറ്റേടത്തെ മൈസ്ത്രേറ്റ് വന്നിരിക്കുന്നു. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അല്ലെ അടിച്ച് പൊളിക്കുന്നതല്ല. എന്റെ കുളി മുടക്കാൻ നീ ആരടി? മര്യാദക്ക് നിന്നില്ല, നിന്റെ കുളി ഞാൻ മുടക്കും. നീ കോർപ്പറേഷനാണ്, ഞങ്ങള് മുനിസിപ്പാലിറ്റി അടി. ചന്ത ചന്ത പൂലൻ ദേവി. മോളെ, നീ അവിടെ ഇരിക്കും. അവനൊരു കുടിയനാ. അവനെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ അവിടെ ഇരിക്കും. എന്താണ് ഒക്കെ ചത്തോ? നമ്മള് സംസാരിച്ച് നമ്മളെ വല കളയണ്ട. വാ, നമുക്ക് പോവാം. ഒരു പട്ടിനെ കാണില്ല. നേരം വെളുക്കുമ്പോ ഒറ്റ കണ്ടേക്കരുത്. നാളെ നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി എടപ്പള്ളി പള്ളിയിൽ 8 മെഴുതി കത്തിച്ച് പ്രാർത്ഥിച്ചോടി. ഞങ്ങളെ സ്വഭാവം അറിയില്ല. ശവങ്ങള് കാലത്ത് തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പട്ടി പറ്റ പോലെയാ. മുഖം കാണാതിരിക്കാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടടി. അവിടെ ഇരിക്കട്ടെ. എവിടെയായിരുന്നടാ ഇത്ര നേരം? അടുപ്പില്. ഉസ്താദ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടോ. വെള്ളം തൂക്കി തൂക്കി എന്നെ നടു ഒടിഞ്ഞു. ഒന്നില്ലെങ്കിൽ കുളി പൈപ്പിന്റെ അടുക്കലേക്ക് ആക്കാം, അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് കുളിപ്പരയിൽ വെക്കാം. ഇതൊന്നും പറ്റില്ല, കുളി വേണ്ടെന്ന് വെക്കാം. വെള്ളം എടുക്കുമ്പോ എന്റെ തോല് കരിഞ്ഞു പോയി. എവിടെന്നോ വന്നൊരു പീറ പെണ്ണ് മരത്തിന്ന് പറഞ്ഞ് ചോർന്നു പോകുന്നതാണ് ഉസ്താദിന്റെ വീര്യം. മതി ചലച്ചത്.
ഓപ്പേ. അച്ചുട്ടിക്കാ എന്താണ് ഇളിക്കുന്നേ? അല്ല, മനുഷ്യന്മാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ ചിരിക്കാണ്ടിരിക്കുക? ഉം. പുളി എവിടെ ആക്കിയത് മോശമായിപ്പോയി. പിന്നെ നിന്റെ പറയലൊന്ന് കുളിക്കണോ? അത് ബാപ്പയോട് ചോദിക്കണം. ഓടിയോടുന്നു നിന്ന് കിണുങ്ങുന്നു. ഇങ്ങളെന്താണ് ചൂടാവണേ? അതെ, നമുക്കൊരു കാര്യമുണ്ട് പറയാൻ. നിങ്ങൾ ആരുടെ മുമ്പിലും തോക്കരുത്. എല്ലാവരുടെ മുമ്പിലും എന്നും വമ്പനെ കാണുന്ന ഞമ്മക്കിഷ്ടം. താത്തക്കുട്ടിയെ ആ? ഈ ഒറ്റയാന്റെ കൊമ്പി തന്നെ വേണം ഊഞ്ഞാലാട്ടം. അവൾക്ക് നാണായി, എനിക്ക് നാണായി.